2025 എൻ്റെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ ഒരു മൾട്ടി ബാഗ് റിട്ടേൺ കിട്ടാവുന്ന സ്റ്റോക്ക്. പക്ഷേ നിങ്ങളത് മിനിമം 2028-29 വരെയെങ്കിലും ഹോൾഡ് ചെയ്യേണ്ട സ്റ്റോക്കാണ്. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ മൈ വ്യൂവേഴ്സ്. 2025 SIP ആയിട്ട് ദ ഹോൾ ഇയർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് ഈ കൊല്ലത്തെ ആദ്യത്തെ വീഡിയോ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. 2025 ഒരുപാട് എപ്രിസിയേഷൻ കിട്ടുന്ന ഒരു സ്റ്റോക്കല്ല, പക്ഷേ 2025 നമ്മളെല്ലാവരും എക്യുമുലേറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. 2027-2028 വ്യൂവിലേക്ക് ഈ ഒരു ലെവലിൽ എക്യുമുലേറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ മാസവും SIP ആയിട്ട് അല്ലെങ്കിൽ പറ്റാവുന്ന രീതിയിൽ 10-20 ഷെയറോ ഈ സ്റ്റോക്ക് വാങ്ങി വെച്ചാൽ 2028-29-30 ആകുമ്പോഴേക്ക് നല്ലൊരു റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് 2025 ഒരുപാട് എപ്രിസിയേഷൻ കിട്ടുന്ന സ്റ്റോക്കല്ല, പക്ഷേ 2025 എക്യുമുലേറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണിത്. ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ 1 ഇയറിനുള്ളിൽ തന്നെ ഇൻകം കിട്ടണമെന്നൊക്കെ ജനറേറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ എന്തെങ്കിലും ഒരു പൈസ മാറ്റി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓൾറെഡി റെക്കമെൻഡ് സ്റ്റോക്ക് തന്നെയാണ്. 2025 എൻ്റെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ ഒരു മൾട്ടി ബാഗ് റിട്ടേൺ കിട്ടാവുന്ന സ്റ്റോക്ക്. പക്ഷേ നിങ്ങളത് മിനിമം 2028-29 വരെയെങ്കിലും ഹോൾഡ് ചെയ്യേണ്ട സ്റ്റോക്കാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇന്നത്തെ ട്രേഡിംഗ് പ്രൈസ് ക്ലോസിംഗ് പ്രൈസ് 138-139 ലെവലാണ് അത് ക്ലോസ് ചെയ്തത്. എല്ലാവരും പറയുന്നത് ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് മോശമാണ്, പിന്നെ എന്തിനാണ് ഈ സ്റ്റോക്ക് വാങ്ങുന്നതെന്ന് ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു ക്വാർട്ടർ റിസൾട്ടിന് ബേസിൽ ഒന്നല്ല ഒരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്ന IOC ഒരു 2025 റിട്ടേൺ കിട്ടുന്ന പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്ത് 2025 എക്യുമുലേറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് IOC. നമുക്ക് എല്ലാവർക്കും പറയുന്നത് OMC കമ്പനി ആയിട്ടാണ്, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്. HPCL, PPCL, IOC ഇത് മൂന്നാണ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്. ഒരു 10 years ബാക്ക് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ OMC കമ്പനീസൊക്കെ ലോസിലായിരുന്നു. സബ്സിഡി കൊടുത്ത് പെട്രോളിൻ്റെ പ്രൈസ് താത്താൻ വേണ്ടിയിട്ട് സബ്സിഡി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കമ്പനീസും ലോസിലായി. അതിനുശേഷം സബ്സിഡി എടുത്ത് കളഞ്ഞു. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിക്ക് അവർ പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു. അതിനുശേഷമാണ് ഈ 3 കമ്പനീസും ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് കമ്പനീസ് 3 പ്രോഫിറ്റിലേക്ക് വന്നത്. ഇപ്പോൾ നമ്മളിപ്പം പറയുമ്പോൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് പറയുമ്പം എല്ലാവരും പറയും HPCL, BPCL, IOCൻ്റെ ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ടിനെ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്, ഡൗൺഗ്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ അത്ര മോശം റിസൾട്ടാണ് കൊടുത്തത്. എത്രയോ 32,000 കോടി ലാഭത്തിൽ നിന്നൊക്കെയാണ് അത് വളരെ മോശം റിസൾട്ടാണ് ലാസ്റ്റ് ക്വാർട്ടർ കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്ക് പ്രൈസിന് 100 രൂപയിൽ താഴെങ്കിൽ വേണ്ടിയിരുന്നു, പക്ഷേ വന്നിട്ടില്ല. സ്ട്രോങ് ബൈയിങ് ആണ് ഇവർ വന്നത്. എല്ലാ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും കൊടുക്കുമ്പോൾ റീറ്റെയിലേഴ്സും എൻട്രി മടി കാണിക്കുമ്പോഴും ഈ ഒരു അവസരങ്ങൾ FIOസും DAs മ്യൂച്വൽ ഫണ്ട്സും അതേസമയം അത് അക്യുമുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ IOCയെ പറ്റി പറയാനുള്ളത്, IOC ഒരു OMC കമ്പനി ആയിട്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യരുത്. HPCL, BPCL കൂടെ കൂട്ടാൻ പറ്റിയ ഒരു കമ്പനിയല്ല IOC. ബിക്കോസ് IOC ഓൾറെഡി ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഭാവിയിൽ പെട്രോളിൻ്റെ യൂസ് വളരെ കുറവായിരിക്കും. ഭാവിയിലെ വളരെ സാധ്യതയുള്ള ഒരു ഫ്യൂവലാണ് ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ. ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ ആയിരിക്കും ഭാവിയിലെ ഒരു ഫ്യൂവൽ. സോ IOC ഇത് വെൽ എക്യുപ്ഡ് ആണ്, ഓൾറെഡി പ്ലാന്റ് എക്വയർ ചെയ്ത് അതിന് റെഡിയായി നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ ഒന്നും അതിൽ ബെനിഫിറ്റ് കിട്ടില്ല. അത് ഫുൾ സ്വിങ്ങിൽ വന്നാൽ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഇൻകം നോക്കിയിട്ട് IOC വാങ്ങാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഈ IOCൻ്റെ ഇന്നലത്തെ ഒരു ന്യൂസ് കണ്ടു. അവർ നോയിഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉത്തർപ്രദേശിൽ, അവിടുത്തെ ഫ്യൂവൽ സ്റ്റേഷൻസ് കംപ്ലീറ്റ് IOCൻ്റെ ആയിരിക്കും. പിന്നെ അവർ 61,000 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്തിന്? നഫ്ത ക്രാക്കർ പ്രൊജക്റ്റ് പാരാദ്വീപിന് വേണ്ടിയിട്ടുള്ള. പിന്നെ 500 ടോപ്പ് ഗ്ലോബൽ കമ്പനീസിൽ 116ാം സ്ഥാനത്തുള്ള കമ്പനിയാണ് IOC. പിന്നെ അവർ 2047 ആകുമ്പോഴേക്ക് $1 ട്രില്യൺ ജയൻറ്റായി മാറും എന്നാണ് പറയുന്നത്. 2047 ഇപ്പോൾ 2 കൊല്ലം തന്നെ ആൾക്കാർക്ക് ഹോൾഡ് ചെയ്യാനുള്ള ക്ഷമയില്ല. പക്ഷേ യങ് ഏജിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന 20 വയസ്സോ 25 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്ന ഡെഫിനറ്റായിട്ട് വാങ്ങേണ്ട സ്റ്റോക്കാണ് IOC. നിങ്ങൾ നല്ലൊരു പ്രായത്തിൽ നല്ലൊരു ഇൻകം ഇത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നല്ലൊരു ഡിവിഡൻ്റായി തന്നെ കിട്ടും. ഇപ്പോൾ 12 രൂപ ഡിവിഡൻ്റാണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ കൊടുത്തത്. 12 rupees. ഈ ഷെയറിൻ്റെ പ്രൈസ് അന്ന് 100 രൂപ ബിലോയിലൊക്കെ കഴിഞ്ഞ ഒരുപാട് പേരും കിടന്നു. ആ ലെവലിലൊക്കെ ഒരു 1000 ഷെയർ വാങ്ങുന്നതിന് 12,000 രൂപ ഡിവിഡൻഡ് കിട്ടും. ഇതാണ് ഞാൻ IOCയിൽ എക്സ്പെക്ട് ഡിവിഡൻഡ് 40 rupees 50 rupees ആണ്. ഇതെല്ലാം പുറമെ ഒരു മൊത്തം വാല്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ PE റേഷ്യോ 11.16 ആണ്. ഇൻഡസ്ട്രിയൽ PE 16.45 ഉണ്ട്.
EPS വാല്യൂഷൻ വൈസും വളരെ ചീപ്പാണ് ലെവൽ. EPS 12.52 ആണ്. ബുക്ക് വാല്യൂ 137 ഉണ്ട്. ഇപ്പം ബുക്ക് വാല്യൂലാണ് സ്റ്റോക്ക് കിടക്കുന്നത്. ഇത്ര വലിയ കമ്പനി ബുക്ക് വാല്യൂലാണ് കിടക്കുന്നത്. പക്ഷേ IOCL സ്റ്റോക്ക് ഓൾറെഡി മൾട്ടിബാഗ് റിട്ടേൺ കൊടുത്ത സ്റ്റോക്സ് ആട്ടോ. 2-3 പ്രാവശ്യം ബോണസ് കൊടുത്ത സ്റ്റോക്കാണ്. പക്ഷേ ഇത് ഈ ഒരു പുതിയ ബിസിനസ്സിൽ കിടക്കുന്നത് അവർ എക്സ്പാൻഷന് കൊടുത്താൽ അവർ ഇനിയും ബോണസ് കൊടുക്കാനുള്ള സാധ്യതകൾ വളരെ ഉണ്ട്. ഇപ്പോൾ IOCL ഷെയർ ഹോൾഡേഴ്സ് ഓൾറെഡി വെൽ ബെനിഫിറ്റഡ് ആണ്. ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവർക്കും ബെനിഫിറ്റ് കിട്ടും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 1:1 ബോണസ് 1-2 പ്രാവശ്യം 2023 കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 51.5 ഗവൺമെൻറ് സ്റ്റേക്കാണ്. 8% FISും 30% DASും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് IOC. സെപ്റ്റംബറിൽ 2.38 ഉള്ളത് 2.98 മ്യൂച്വൽ ഫണ്ട്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. FISും 7.7 ആയിട്ട് 7.9 ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഈ സ്റ്റോക്കിൻ്റെ ഈ കമ്പനീൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എത്തുമ്പോൾ 19% സ്റ്റേക്ക് ഉള്ളത് 9% വരെ സ്റ്റേക്ക് റീറ്റെയിൽസ് ഉണ്ടാവാൻ സാധ്യത ഇല്ല. അപ്പോഴേക്കും അതൊക്കെ വാങ്ങേണ്ട ആൾക്കാർ വാങ്ങി പോയി പോകും. ഇങ്ങനത്തെ ഒരു ഷെയർ കിട്ടുമ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണ്. പ്രത്യേകം ഡിവിഡൻഡ് സ്റ്റോക്ക് എപ്പോഴും പറയുന്നത് അത് യങ് ഏജിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. 40 രൂപ ഡിവിഡൻഡ് ഭാവിയിൽ 2029 കൊടുക്കും. IOC പറയുകയാണെങ്കിൽ ഇപ്പോൾ 100 രൂപ വാങ്ങണം. ഈ 100 രൂപ വരാണെങ്കിൽ കുറച്ചും കൂടി വാങ്ങാം, അക്യുമുലേറ്റ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ SIP ആയിട്ട് എല്ലാ മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നിങ്ങൾ ഈ സ്റ്റോക്കിൽ നോക്കേണ്ടത്. ചുരുക്കി പറയുകയാണെങ്കിൽ 30 രൂപ EPS ഉള്ള ഒരു കമ്പനി, 10 രൂപ ഫേസ് വാല്യൂ, ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് കമ്പനീസ്, MNC കമ്പനീസ് ഉൾപ്പെട്ട കമ്പനി, വേൾഡ് വൈഡിൽ 500 ഇൻഡെക്സ് 116 സ്ഥാനത്തുള്ള ഒരു കമ്പനി, PE റേഷ്യോ വളരെ ചീപ്പാണ്. ഇപ്പോൾ ലാസ്റ്റ് റിസൾട്ട് മോശമായതുകൊണ്ട് 11ലേക്ക് വന്നത്. അല്ലെങ്കിൽ അതിന് മുന്നേ 6 PE റേഷ്യോ ഉള്ള കമ്പനി, ഇൻട്രസ്റ്റ് P 20 ഉണ്ട്. പിന്നെ ഓൾറെഡി ഒരു ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സെറ്റപ്പ് ചെയ്ത് റെഡിയായി നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് OMC കമ്പനിയാണ്. അത് ഈ ഒരു റേറ്റിൽ ചീപ്പിൽ കിട്ടാവുന്ന ഒരു സ്റ്റോക്കാണ്. ഈ കമ്പനി ഈ റേറ്റിൽ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ വാങ്ങാം. ഇനി അതിന് ഓപ്പറേറ്റേഴ്സ് മാക്സിമം കളിച്ച് 120 130 പിടിച്ച് നിർത്താൻ പറ്റുകയാണെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുക. IOC നെക്സ്റ്റ് റിസൾട്ട് വളരെ ക്രൂഷ്യൽ റിസൾട്ടാണ്. ഈ ജനുവരി 28-നാണ് റിസൾട്ട് വരുന്നത്. ചിലപ്പം ഡിവിഡൻഡ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇൻട്രീം ഡിവിഡൻഡ് കൊടുക്കാനുള്ള സാധ്യത IOC ഉണ്ട്. അപ്പം റിസൾട്ട് നല്ലതാണെങ്കിൽ നല്ലോണം കയറി. ഇപ്പോൾ റിസൾട്ട് വെച്ച് മോശമാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഒരു 5-6 മാസം ഈ ലെവലിൽ കൺസോൾട്ട് ചെയ്യാം. പക്ഷേ അതൊരു അവസരമായി എടുത്തിട്ട് അക്യുമുലേറ്റ് ചെയ്യേണ്ടത്. സോ 2025 ആദ്യത്തെ റെക്കമെൻഡേഷൻ IOC ആണ് ഫോർ എ ലോങ് ടേം പേർപ്പസ്. നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2029-30 ആകുമ്പോഴേക്ക് ഡിവിഡൻഡ് ആയിട്ട് നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 170 ഇയർ ഹൈ. അതൊക്കെ എളുപ്പത്തിൽ പോകും. 230-300-400 രൂപയൊക്കെ പോകും. അതേസമയം ഡിവിഡൻറ്റും ചിലപ്പം ബോണസും എല്ലാം കിട്ടി നല്ലൊരു മൾട്ടിബാഗ് റിട്ടേൺ 2029-2030 കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് 2025 ഫസ്റ്റ് റെക്കമെൻഡേഷൻ. ദാറ്റ് ഈസ് IOC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. സോ ആസ് യൂഷ്വൽ ഐ എം നോട്ട് എ SEBI രജിസ്റ്റേഡ് അനലിസ്റ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എൻ്റെ വീഡിയോസ് ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.